അതിനിടയിൽ തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിനിടയിൽ കൃഷിക്ക് സമയം കണ്ടെത്തുന്ന ഒരു കർഷകനുണ്ട്. എവിടെയാണ്? തിരുവനന്തപുരം പാലോട്. വൃന്ദാവനം ഗ്രൂപ്പിന്റെ ഉടമയും കർഷകനുമായ ഡോക്ടർ അജീഷ് വൃന്ദാവനം 12 ഏക്കറിൽ തീർത്ത കൃഷിയിടം ആരെയും ആകർഷിക്കുന്നതാണ്. തന്റെ കൃഷിയിടത്തിൽ ടൂറിസം സാധ്യതകളെ കൂടി പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ യുവ സംരംഭകൻ. രാവിലെ ഞാൻ ഈ കയറ്റം കയറുന്നത് ഒരു കർഷകനെ കാണാനാണ്. വെറുമൊരു കർഷകനല്ല, ഒരു മലയാകെ വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കിയ ഒരു ബിസിനസ്സുകാരനായ കർഷകൻ. ഒരു മലയാകെ വെട്ടിയൊരുക്കി വൃന്ദാവനം ഒരുക്കിയ അജീഷ് വൃന്ദാവനം 24-നൊപ്പം ചേരുകയാണ്. ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള ഒരു ചേതോവികാരം എന്തായിരുന്നു? കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ ഏകദേശം ഒരു 12 ഏക്കറോളം പ്രദേശമാണ്. തുടക്കത്തിൽ ഇവിടെ എല്ലാം റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു. അപ്പോൾ അത് പിന്നീട് നമ്മൾ അതിനെല്ലാം അതിൻ്റെ സ്ലോട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡ് ജാക്ക് അല്ലെങ്കിൽ ഡാങ് സൂര്യ എന്ന് പറയുന്ന ഇനത്തിലുള്ള പ്ലാവ് 400ഓളം പ്ലാവ് വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് നമ്മൾ ഒരു നാബ്ഡോക്ക് മായി എന്ന് പറയുന്ന ഇമ്പോർട്ട് ചെയ്യുന്നൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ കോട്ടുകുണം അത് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ R2E2 എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ വെറൈറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കായ എന്ന് വെച്ചാൽ ഏകദേശം 1 കിലോയുടെ മുകളിലായിട്ട് തൂക്കം വരുന്നതാണ്. പിന്നെ നമ്മുടെ തായ്വാൻ പിങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അറിയത്തില്ലേ മാങ്ങകളുടെ രാജാവ് എന്ന് പറയുന്ന ഇമാം പസന്ത്, മിയാസാക്കി എന്ന് പറയുന്നുണ്ട്, സിന്ദൂരുണ്ട്, നൂർജഹാൻ, നമ്മുടെ നാട്ടുമാവ്, അമ്പഴം നമുക്കുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കുറേ ഏരിയയിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. പിന്നെ പച്ചക്കറികൾ വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. ഏകദേശം 5 വെറൈറ്റി ഉള്ള പൈനാപ്പിൾസ് നമ്മൾ വെച്ചിട്ടുണ്ട്. മലയോര മേഖലയിലെ ടൂറിസം സാധ്യതകൾ കൂടി പരിഗണിച്ച ചില പദ്ധതികൾ കൂടി ഈ കൃഷിയിടത്തിലുണ്ട്. ഏതൊരു പുരുഷന്റെയും കഠിനാധ്വാനത്തിന് പിന്നിൽ, വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും. അജീഷ് ഏട്ടൻ്റെ ഈ ഒരു കഠിനാധ്വാനം അല്ലെങ്കിൽ ഒരു സംരംഭം, അതിനൊരു പിന്താങ്ങെന്ന് പറയാമോ? തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ഒരു സഹായമായി ചെയ്ത് നൽകുന്ന അഭിപ്രായമൊക്കെ ചോദിക്കും? പിന്നെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ക്യാമറമാൻ മനീഷിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.